നമ്മുടെ SME സെക്ടറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഡെലിഗേഷനാണ്. ചിലവർ ഓവർ ഡെലിഗേറ്റഡ് ആയിരിക്കും. ഞാനത് കൊടുത്തു, ഇനി മൊത്തം അവൻ ചെയ്തോളും, ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, ആൾക്ക് കൊടുത്ത സ്ഥിതിക്ക് ആൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പലരും ഉണ്ട്. ചിലവർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പേടിയായിരിക്കും. ഞാനത് കൊടുത്താൽ ഞാൻ കൊടുക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവന് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുമുണ്ട്. ശരിക്കും എങ്ങനെയാണ് കൃത്യമായി ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ജോബ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് വേറൊരാളെ കൊണ്ട് നമ്മൾ വിചാരിച്ച റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡെലിഗേറ്റ് ചെയ്യാൻ മടിക്കുന്ന ആളുകളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്നത്രയും വൃത്തിയായി വെടിപ്പായി മറ്റൊരാൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല, ഞാൻ ഉണ്ടാക്കുന്ന റിസൾട്ടുകൾ വേറൊരാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് റിസൾട്ടാണ്, എന്ത് എലമെൻ്റാണ് ശരിക്കും എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യലാണ്. അതായത് എന്ത് കീ റിസൾട്ട് ഏരിയയാണ് എന്നെയും ക്ലയൻറ്റിനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് വ്യക്തമായി എഴുതി വെക്കുക. അതായത് ആ ഒരു എലമെൻ്റാണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഡെലിഗേറ്റ് ചെയ്യുന്ന എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഇന്ന പാരാമീറ്ററുകൾ, ഇന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ജോബിന് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുക എന്നവരെ പറഞ്ഞ് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ ഈ കൊടുക്കുന്ന ട്രെയിനിങ് ഓരോ ഘട്ടത്തിലും, അതായത് നമ്മളിപ്പോൾ ഒരു ഫുൾ ടാസ്ക്, ചിലപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുന്നതാവാം, ആ ബിൽഡിംഗ് പണിയുക എന്ന് പറഞ്ഞ ടാസ്കിനെ പല അജൈലുകളായിട്ട്, അതായത് ഓരോ ഫ്രീക്വൻസിയിൽ റിവ്യൂ ചെയ്യുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുക. അതായത് ഒരു പോർഷൻ കഴിയുമ്പോൾ ഇത്രയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്, ഈ റിസൾട്ടിൽ ഇന്ന ക്വാളിറ്റി പാരാമീറ്ററുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഡെലിവർ ചെയ്യുന്നത്, ഇത് തന്നെയാണ് നിങ്ങൾ ഡെലിവർ ചെയ്യുന്നത്. ഈ കാര്യം ഡെലിവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള റിപ്പോർട്ടുകൾ, MIS റിപ്പോർട്ടുകളാവാം, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാനുള്ള മെഷർമെൻറ്റ് ടേംസിനെ കൃത്യമായി സ്പെസിഫൈ ചെയ്യുകയും ഓരോ അജയിൽ ഓരോ ഗ്യാപ്പിലും കൃത്യമായിട്ട് നമ്മളത് റിവ്യൂ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇതെല്ലാം ശേഷം ഇവർ ചെയ്തതിൽ പലപ്പോഴും എററുകൾ ഉണ്ടാവും. ഒരാൾ നമ്മളുടെ ടാസ്കുകൾ ഏറ്റെടുത്താൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ തുടക്കത്തിൽ തന്നെ അതേ റിസൾട്ട് ആളുണ്ടാക്കണമെന്ന് നമ്മൾ വിചാരിക്കരുത്. ആ റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾക്ക് വീണ്ടും ട്രെയിനിങ് കൊടുക്കുക, റിവ്യൂ ചെയ്ത് അവരെ കൃത്യമായി മോൾഡ് ചെയ്തെടുക്കുക, നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഡെലിഗേഷൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇതിൽ പലപ്പോഴും നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളുടെ റിസൾട്ട് അവരോട് പറയുന്നില്ലെങ്കിൽ നമ്മളും സാറ്റിസ്ഫൈഡ് ആവില്ല, എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആവില്ല. അതേസമയം അവർക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുത്ത് നമ്മൾ എന്തൊക്കെ റിസൾട്ടുകളാണോ പ്രതീക്ഷിക്കുന്നതെന്ന് അവരോട് പറഞ്ഞു കൊടുത്ത് അവർ കൃത്യമായി മോൾഡ് ചെയ്തെടുത്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ല എംപ്ലോയീസിനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഓൺ ദ ബിസിനസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ലെവൽ നമ്മുടെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകാം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ടാസ്കുകൾ കൃത്യമായി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇതിലൂടെ നിങ്ങളുടെ ബിസിനസ് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.